കാവൽ നിൽക്കുന്നത് 250 പോലീസുകാർ. ഹൈടെക് മെഷീൻ ഗണ്ണുകളുമേന്തി സുരക്ഷ നിൽക്കുന്ന സ്വാറ്റ് കമാൻഡോകൾ. വരുന്നവരെയും പോകുന്നവരെയുമെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തി മാത്രം കടത്തിവിടുന്നു. സംഗതി ഒരു കല്യാണവേദിയാണ്. ഇത്രയധികം സുരക്ഷയൊരുക്കി നടത്തുന്ന വിവാഹം ഏതെങ്കിലും സെലിബ്രിറ്റിയുടെയോ ശതകോടീശ്വരന്റെയോ അല്ല. തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട് ഹരിയാന ഡൽഹി പോലീസിന്റെ ലിസ്റ്റിലുള്ള കൊടും കുറ്റവാളി കാല ജദേഡിയുടെയും അനുരാധ ചൗധരിയുടെയും വിവാഹമാണിത്. ദ്വാരകയിലെ സന്തോഷ് ഗാർഡനിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകൾക്കിടെ ഇരുവരും രക്ഷപ്പെട്ടു പോകാതിരിക്കാനാണ് പോലീസ് ഈ വിധം സുരക്ഷയൊരുക്കിയിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ രേഖകൾ പ്രകാരം ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ അടുത്തയാളാണ് വരൻ ഹരിയാന സ്വദേശിയായ സന്ദീപ് എന്ന കാല ജദേഡി. അടുത്തിടെ ജാമ്യം കിട്ടി ജയിലിൽ നിന്നിറങ്ങിയ വധു അനുരാധ ചൗധരി എന്ന മാഡം മിൻസ് രാജസ്ഥാനിലെ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ അർദ്പാൽ സിംഗിന്റെ സംഘത്തിലെ പ്രധാനിയാണ്. ഇരുവരും പോലീസിന്റെ നോട്ടപ്പുള്ളികൾ തന്നെ. തിഹാർ ജയിലിൽ നിന്ന് വെറും 6 മണിക്കൂർ നേരത്തേക്ക് മാത്രം പരോളിനിറങ്ങി വിവാഹ പന്തലിലേക്കെത്തിയ സന്ദീപും മാഡം മിൻസും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈടെക് തോക്കടക്കം കൊണ്ടുവന്ന് 250 പോലീസുകാരുടെ കാവലിൽ ഇങ്ങനെയൊരു കല്യാണം. വധൂവരന്മാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെ രക്ഷപ്പെടൽ തടയുക എന്നതിനൊപ്പം ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനും സാധ്യതയുണ്ടെന്ന് പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. ഡൽഹി പോലീസിന്റെ 3-ാം ബറ്റാലിയൻ യൂണിറ്റിനാണ് സന്ദീപിന്റെ സുരക്ഷാ ചുമതല. പരോളിലിറങ്ങിയ സന്ദീപിന്റെ അഭിഭാഷകനാണ് സന്തോഷ് ഗാർഡനിൽ ഒരു രാജകൊട്ടാരത്തിന്റെ ആർഭാടത്തിൽ വിവാഹവേദി ഒരുക്കുന്നതിന് പിന്നിൽ. മാർച്ച് 12-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ചടങ്ങുകൾക്ക് കോടതി അനുവദിച്ച സമയം. വിവാഹം കഴിഞ്ഞയുടൻ തിഹാർ ജയിലിലേക്ക് മടങ്ങുന്ന സന്ദീപ് അടുത്ത ദിവസം വീണ്ടും പരോളിലിറങ്ങി ഗൃഹപ്രവേശന ചടങ്ങുകൾക്കായി ഹരിയാനയിലെ സോനിപറ്റിലെത്തും. 3 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഇവിടെ തങ്ങാൻ അനുമതി. ഹരിയാന പോലീസിന്റെയും ഡൽഹി പോലീസിന്റെയും കസ്റ്റഡിയിൽ നിന്ന് 2 തവണ വെടിവെപ്പ് നടത്തി സന്ദീപ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയ ചരിത്രം കൂടിയുണ്ട്. കോടതിയിലേക്ക് വരും വഴിയായിരുന്നു ഈ സംഭവം. കാല ജദേഡി എന്ന സന്ദീപിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് 7 ലക്ഷം രൂപ ഹരിയാന പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. കൊലപാതകം, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, മോഷണം തുടങ്ങി നിരവധി കേസുകൾ സന്ദീപിന്റെ പേരിലുണ്ട്. 10,000 രൂപയാണ് അനുരാധയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രാജസ്ഥാൻ പോലീസ് വാഗ്ദാനം ചെയ്തത്. കിഡ്നാപ്പിംഗും ഭീഷണിപ്പെടുത്തി പണം തട്ടലുമടക്കം നിരവധി കുറ്റങ്ങൾ MBA ബിരുദധാരിയായ അനുരാധയുടെ പേരിലുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ നിരന്തരമായി തട്ടിപ്പ് നടത്തിയ പ്രതി ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് സാമ്പത്തിക തട്ടിപ്പുകളിലൂടെയാണ്. 2020-ലാണ് സന്ദീപും അനുരാധയും പ്രണയത്തിലാകുന്നത്. ഇതിനിടെ ഇൻഡോറിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹവും ചെയ്തു. ശേഷം പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. 2021-ൽ UPയിലെ സഹാറൻപൂരിൽ നിന്ന് അറസ്റ്റിലായ സന്ദീപിന്റെ പിന്നീടുള്ള നാളുകൾ ജയിലിൽ. ജാമ്യം ലഭിച്ച ശേഷം സന്ദീപിനെ അനുരാധ സന്ദർശിക്കുകയും പതിവായിരുന്നു. AK-47 തോക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുമാണ് അനുരാധയുമായി പ്രണയത്തിലാകാനുള്ള കാരണമെന്ന് സന്ദീപ് പറയുന്നു. വിവാഹം കഴിക്കുന്നത് മൗലികാവകാശമാണെന്നും അനുമതി നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും വാദിച്ചാണ് ദ്വാരകയിലെ കോടതിയിൽ നിന്ന് സന്ദീപ് പരോളിന് അനുമതി വാങ്ങിയത്. ഏതായാലും വിവാഹ ദിവസം തിഹാർ മുതൽ ദ്വാരകയിലെ വിവാഹവേദി വരെ 100 കണക്കിന് പോലീസുകാർ കാവൽ നിൽക്കുമെന്നാണ് റിപ്പോർട്ട്.